പോസ്റ്റ്മോർട്ടത്തിന് ഡോക്ടർമാരില്ലാതെ പാലക്കാട് ജില്ലാ ആശുപത്രി. മൃതദേഹങ്ങളുമായി തൃശൂർ ജില്ലയിലെത്തിയാണ് പോലീസ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുന്നത്. ജില്ലാ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ഏക ഫോറൻസിക് സർജനെ കാസർകോട്ടേക്ക് സ്ഥലം മാറ്റി. പകരം ആളെ ഇതുവരെയും നിയമിച്ചിട്ടില്ല. പുതിയ സർക്കാർ നിലവിൽ വന്നയുടൻ തന്നെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലുണ്ടായിരുന്ന 2 ഫോറൻസിക് സർജന്മാരെ സ്ഥലം മാറ്റി. പാലക്കാട് ജില്ലയിലെ ദുരൂഹ മരണങ്ങളിലെ കുരുക്കഴിക്കാൻ പോലീസ് ആശ്രയിക്കുന്ന ഫോറൻസിക് സർജന്മാർ അതോടെ ഇല്ലാതായി. പകരം നിയമനം ഇതുവരെ ആരോഗ്യവകുപ്പ് നടത്തിയിട്ടില്ല. ആരോഗ്യ പ്രശ്നങ്ങളുള്ള പല മരണങ്ങളിലും ബന്ധുക്കൾ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ ആഴ്ച ഒറ്റപ്പാലത്തെ യുവാവിന്റെ മരണം എലിപ്പനി മൂലമാണെന്ന് കണ്ടെത്തിയത് തൃശൂർ മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ്. പാലക്കാട് ജില്ലയിൽ ഫോറൻസിക് സർജൻ ഇല്ലാത്തതിനാലാണ് പോലീസിന് തൃശൂരിനെ ആശ്രയിക്കേണ്ടി വരുന്നത്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചീഫ് കൺസൾട്ടന്റ് ഇൻ ഫോറൻസിക് മെഡിസിൻ തസ്തിക നേരത്തെ തന്നെ ഒഴിഞ്ഞുകിടക്കുന്നുണ്ട്. ചീഫ് കൺസൾട്ടന്റ് തസ്തികയിലേക്ക് നിയമിക്കാൻ യോഗ്യതയുള്ളവർ പരിമിതമാണ് എന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിലപാട്. അതിനു പകരം സീനിയർ കൺസൾട്ടന്റ് തസ്തികയിൽ നിയമനം നടത്തണമെന്ന ആവശ്യവും അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഫലത്തിൽ ഫോറൻസിക് സർജൻ ഇല്ലാത്ത ഏക ജില്ലയായി പാലക്കാട് മാറിയിരിക്കുന്നു. പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്കോ തൃശൂർ ജനറൽ ആശുപത്രിയിലേക്കോ ആണ് മൃതദേഹങ്ങൾ അയക്കുന്നത്. നിലവിൽ ഒരു ദിവസം 2 or 3 മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി അയക്കേണ്ടി വരുന്നുണ്ട്. ഇതിനുള്ള ചെലവും മരിച്ചവരുടെ ബന്ധുക്കൾ വഹിക്കണം. കൈരളി ന്യൂസ്, പാലക്കാട്.